ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇരിങ്ങാലക്കുട KSRTCയിൽ വൻ വികസന കുതിപ്പ്. ബസ് ബേ കം ഓഡിറ്റോറിയത്തിന് 3 കോടി രൂപ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി അനുവദിച്ചതായി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ഓഡിറ്റോറിയവും എന്ന നിലയിൽ 3 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ ചുമതല PWD അതിനാവശ്യമായിട്ടുള്ള പ്ലാൻ വരച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതു സംബന്ധമായ സർവേ കഴിഞ്ഞതായും PWDയുടെ നേതൃത്വത്തിൽ ഡ്രോയിംഗ് നടന്നു വരുന്നതായും KSRTC ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇരിങ്ങാലക്കുട കണ്ടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന KSRTC ബസ് സ്റ്റാൻഡിന്റെ വടക്കുവശത്താണ് ഈ നിർമ്മാണ പ്രവൃത്തിക്കായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അതിരിനോട് ചേർന്നുള്ള റോഡ് ബസ് ബേ കം ഓഡിറ്റോറിയത്തിന് അനുകൂല സാഹചര്യമൊരുക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും 1ാം നിലയിൽ ഒരു ഓഡിറ്റോറിയവുമാണ്. KSRTCക്ക് വരുമാനം ലഭിക്കത്തക്ക രീതിയിലാണ് ഓഡിറ്റോറിയം വാടകയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവഴി ഈ മേഖലയുടെ വികസനവും ഉറപ്പുവരുത്തുന്നു. 2.5 ഏക്കർ സ്ഥലമുള്ള ഇരിങ്ങാലക്കുട KSRTC ബസ് സ്റ്റാൻഡിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മതിയായ സ്ഥലം ഇനിയും ബാക്കി നിൽപ്പുണ്ട്. നിലവിൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഗാരേജ്, റിട്ടയറിംഗ് റൂം, ലേഡീസ് കംഫർട്ട് സ്റ്റേഷൻ എന്നിവയുണ്ട്. KSRTC ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതിക്ക് വേണ്ടി ഇരിങ്ങാലക്കുട യൂണിറ്റിലും അനുമതി കിട്ടാൻ ശ്രമിക്കുന്നു. ഇതിനുവേണ്ട സ്ഥല സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിലുണ്ട്.